നിറചിരിയോടെയുള്ള ഒന്നാം ക്ലാസ്സുകാരിയുടെ പാട്ടിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തതോടെ ആ പാട്ട് അങ്ങ് കയറി വൈറലായി. അമ്പലവയൽ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന നൈനിക എന്ന കൊച്ചുമിടിക്കിയുടെ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. പാട്ട് വന്ന വഴിയും നമുക്ക് കേൾക്കാം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അമ്പലവയൽ എടക്കൽ ഗുഹയിലേക്കുള്ള റോഡിലെ ഈ വീട്ടിൽ ഞങ്ങളെ എത്തിച്ചത്. നൈനിക എന്ന കൊച്ചുമിടുക്കിയുടെ പാട്ട് കേൾക്കാൻ. സ്വരകന്യകമാർവീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയായി സുഗരവനീലാരോ പാടുമാശംസാമംഗളമായി. കൊന്നക്കൽ സുനിൽ ജിംഷ ദമ്പതികളുടെ ഇളയ മകളാണ് നൈനിക. ഉച്ചാരണം ഉറയ്ക്കും മുമ്പേ സഹോദരൻ നിഹാൽ സാരംഗിനൊപ്പം വരികൾ ഉരുവിടാൻ തുടങ്ങി. അംഗൻവാടി ടീച്ചറായ ശാന്തയും ജീവനക്കാരിയായ സക്കീമയും പാട്ടുവഴിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അമ്പലവയൽ സർക്കാർ LP സ്കൂളിലെ അധ്യാപകരായ സുലോചനയും അക്ഷിതയുമൊക്കെ നൈനികയുടെ കഴിവിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ എന്ന് വെച്ചാൽ ഒരു 2.5-3 വയസ്സ് മുതൽ നമ്മളിങ്ങനെ പാട്ട് പാടുന്ന കേട്ടിട്ട് ഇവളിങ്ങനെ കുറച്ച് പാടുമായിരുന്നു. പിന്നീട് ഇങ്ങനെ അംഗനവാടി പോയിട്ട് ടീച്ചർ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് ഒരു വേദികളിലേക്ക് പോയിരുന്നു. അംഗനവാടി കലോത്സവത്തിന് കൊണ്ടുപോയി സ്വന്തമായിട്ട് ആ ടീച്ചർ കൂടെ അവള് സ്വന്തം പോയിക്കോളൂ, നമ്മളാരും പോകേണ്ട കാര്യമില്ലായിരുന്നു. മേലി മേലി മാനം മാനം നീളി മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ. സഹോദരനൊപ്പം അമ്പലവയൽ സുജയകല മ്യൂസിക് അക്കാദമിയിൽ പാട്ട് പഠിക്കുന്നുണ്ട് നൈനിക. ടോപ്പ് സിംഗർ ഡെയിലി കാണും. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്, ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കാനും ഇഷ്ടമാണ്. ഇപ്രാവശ്യത്തെ ഓഡീഷന് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കിട്ടുമോ ഇല്ലയെന്നറിയാം. കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു സ്റ്റേജെങ്കിലും. ഞാൻ ആദ്യം അംഗൻവാടിയിലായിരുന്നപ്പോൾ ഒരു കലോത്സവം വന്നിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പാടിയപ്പോൾ എനിക്ക് സമ്മാനം കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ടോപ്പ് സിംഗറിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പാട്ടുവഴിയിൽ ഇനിയും നിറയട്ടെ ഈ കൊച്ചുമിടുക്കി. പിച്ച വെച്ച നാൾ മുതൽ കുന്നി എന്റെ സ്വന്തമായി. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ആ നൈനിക കൊച്ചുമിടുക്കി പാട്ടൊക്കെ നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ അതിൻ്റെ ഓഡിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. നൈനികയ്ക്ക് സെലക്ഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത്തവണ വീഴ്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ടെൻഷൻ. നൈനികയ്ക്ക് ആ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഒരുപാട് മിടുക്കന്മാരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കുട്ടിപ്പാട്ടുകാരാകാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിലുള്ളത്. എന്തായാലും നൈനികയ്ക്ക് എല്ലാ ആശംസകളും. ടോപ്പ് സിംഗർ വന്നാലും വന്നില്ലെങ്കിലും നൈനിക ഒരു പാട്ടുകാരിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ.